ഹായ്. നമ്മൾ പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്തൊക്കെ പറയാം, പെൺകുട്ടികളാണ് അവരുടെ വീട്ടുകാർ പറയാം, നീ സൂക്ഷിച്ച് നടക്കണം, ആൺകുട്ടികൾ പലതും പറയും, നീ ആ ട്രാപ്പിൽ പോയി പെടരുതെന്ന് പെൺകുട്ടികളാണ് പണ്ടത്തെ കാലത്തൊക്കെ പറയാം. ഈ കാലഘട്ടത്തിൽ ആൺകുട്ടികൾ ഒരുപാടധികം സൂക്ഷിക്കണം, ഒരുപാട് സൂക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ തന്നെ വെച്ചോ. ഒന്നാമത്തെ ആദ്യം എൻ്റെ പ്രണയം, എൻ്റെ മുന്നിലൊരു ജീവിതം വെച്ച് നിന്നിട്ട് ഒരു പെൺകുട്ടി ലോൺ എടുക്കാൻ പറഞ്ഞ് അതിൻ്റെ പേരിൽ കിട്ടിയ ചെക്കാണിത്. ഇത് കണ്ടില്ലേ? അപ്പം അവൾ ഈ ചെക്ക് എടുത്തു, ഈ ബാധ്യത നമ്മുടെ തലയ്ക്ക് വെച്ച് തന്നു. അവൾ പറഞ്ഞു പിന്നെ നമുക്ക് അവളുടെ സ്വപ്നത്തിന് അവളുടെ ഒപ്പം, കാരണം ഈ ലോൺ നമ്മൾ അടയ്ക്കണമല്ലോ, അവളുടെ സ്വപ്നത്തിനോട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവൾ നമ്മൾ തേച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് രണ്ടാമതൊരു പെൺകുട്ടി വന്നു, അവളെടുക്കാൻ പറഞ്ഞ ലോണാണ് ഇത്. അപ്പോൾ അതും എടുത്തു. വീണ്ടും അവൾക്കും തോന്നി നമുക്ക് ഈ നമ്മുടെ പേരിൽ നമ്മൾ എടുക്കുന്ന ലോൺ നമ്മൾ തിരിച്ചടയ്ക്കണമല്ലോ. അപ്പം അതും എനിക്ക് തിരിച്ച് ലോൺ ഞാൻ അടയ്ക്കുന്നുണ്ട്, പക്ഷെ അവളുടെ സ്വപ്നത്തിൽ ഈ ലോണും അവളുടെ സ്വപ്നവും കൂടി സെറ്റ് ആവുന്നില്ല. അവളും തിരിച്ചു പോയി. അപ്പം രണ്ടാമത്തെ പെൺകുട്ടിയായി. 3 മീനാക്ഷി എന്നൊരു പെൺകുട്ടി വന്നു, ആലപ്പുഴക്കാരിയാണ്. അവളും പറഞ്ഞു, മഹേഷ് ചേട്ടാ നമുക്ക് ലൈഫ് സെറ്റ് ആവണമെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കയ്യിൽ വേണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എടുപ്പിച്ച ലോണാണ് ഇത്. ഇതൊക്കെ ഓരോരോ ബാങ്കിൻ്റെ ചെക്ക് ലൈഫാണ് ഞാൻ അതുകൊണ്ട് കാണിക്കുന്നത്. അപ്പം ലാസ്റ്റ് അവൾ ഇട്ടിട്ട് പോയി. എന്താണ് അവൾ എന്താ പറഞ്ഞത്? കാരണം മഹേഷ് ചേട്ടാ എൻ്റെ ആറ്റിറ്റ്യൂഡ്, അതായത് എൻ്റെ ഒരു ക്യാരക്ടറും അവളുടെ ക്യാരക്ടറുമായിട്ട് അവൾ പിന്നെ മര്യാദയ്ക്കെങ്കിലും പറഞ്ഞു നമ്മൾ തമ്മിൽ ക്യാരക്ടർ സെറ്റ് ആവില്ല, അതുകൊണ്ട് അവളും പോയി. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ആൺകുട്ടികൾ, നമ്മുടെ യുവാക്കളോട് നമുക്കൊരു ലൈഫിലൊരു പാർട്ട്ണർ വേണം, സത്യമാണ്. ആ പാർട്ട്ണർ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളൊരു വാഹനം കടമെടുത്ത് എടുക്കരുത്. ആ പാർട്ട്ണർ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ഐഫോൺ എടുക്കരുത്. ഐഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം ആ പാർട്ട്ണർ വന്നിട്ട് പറയും, ഇപ്പം എന്നെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പം എന്നോട് മഹേഷേ, ഇപ്പം എൻ്റെ കയ്യിലുള്ള ആക്റ്റീവയാണ് വണ്ടി, ഞാനത് എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന വണ്ടിയാണ്. മഹേഷ് എനിക്ക് ആക്റ്റീവ് ആണ്, നീ ഒരു R15 എടുക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു 30,000 രൂപ ഫസ്റ്റത്തെ ഒരു എമൗണ്ട് കൊടുത്ത് വണ്ടി എടുക്കും. നമ്മൾ 3 വർഷത്തേക്ക് കടക്കാരാണ്. പിന്നെ ഇവള് ഈ R15 ആ കാലം കഴിയുമ്പോൾ വേറെ നല്ല വണ്ടി എടുക്കുമ്പോൾ ഈ പെൺകുട്ടി അവരോടൊപ്പം പോകും. അപ്പോൾ പണ്ടൊക്കെ അവരുടെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയായിരുന്നു, എന്ത്, നീ സൂക്ഷിച്ച് നടക്കണം, ആൺകുട്ടികൾ പലതും പറയും, നിന്നെ വെട്ടിലാക്കാൻ, നീ അതിലൊന്നും വീഴരുത് എന്നൊക്കെ പറയും. ഇപ്പം നേരെ തിരിച്ചായി, പെൺകുട്ടികൾ പലതും പറയും, നീ അത് ഇത് ചെയ്യുക എന്നൊക്കെ പറയും. നമ്മൾ അതിലൊന്നും പോയി വീഴരുത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചെക്കുണ്ട്, എനിക്ക് തോന്നുന്നു 600 രൂപയ്ക്ക് ഒരു ദിവസം സാലറി. ഒരു പെൺകുട്ടി ഇവൻ പ്രണയത്തിലായി. ഇവൻ പ്രണയത്തായ സമയത്ത് ആ പെൺകുട്ടി ഇവനോട് പറയുന്നത്, ഈ തൊഴിൽ വേണ്ട, ഈ തൊഴിൽ, അതായത് ഞാൻ പ്ലംബിംഗ് വർക്കാണ് ചെയ്യുന്നത്, നമുക്കൊരു അരിക്കച്ചവടമുണ്ട്, നമ്മൾ ആക്റ്റീവിൽ അരിയൊക്കെ ബാക്കി വലിച്ചു കെട്ടിട്ടൊക്കെ പോകും, അത് ഞാൻ എൻ്റെ കൂടെ ചെയ്യുന്ന. അപ്പോൾ അവൻ അങ്ങോട്ട് പറഞ്ഞത്, പ്ലംബിങ് ജോലി വേണ്ട, നീ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും. ഇന്ന് അവൻ ഒരു ഷോപ്പിൽ നിൽക്കുകയാണ്, ടിപ്പ് ടോപ്പ് ഡ്രസ്സ്, അതായത് നല്ല ടീഷർട്ട്, നല്ല ടീഷർട്ട്, നല്ല ഷൂസൊക്കെ ഇട്ട് അവൻ ഷോപ്പിൽ നിൽക്കാൻ പറ്റും. 600 9:30 പണിക്ക് വന്നിട്ട് 4:30 ആകുമ്പോൾ തിരിച്ച് പോകുന്നു. അവന് നമ്മൾ 600 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 8 മണിക്ക് ആ ഷോപ്പിൽ കയറിയിട്ട് വൈകുന്നേരം 8 മണിക്ക് തിരിച്ച് പോകുന്നവന് 350 രൂപയുള്ളൂ. അതായത് ഒരു മാസം 10,000 രൂപ അങ്ങനെയുള്ളൂ. അപ്പം ഞാൻ ഇനി എന്തിനാണ് അതിന് നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ ഫോക്കസ്, എൻ്റെ ലവർക്ക് അതാണ് ഇഷ്ടം. അവൾ 11,000 15,000 സാലറി കിട്ടുന്ന ഒരാളെ കണ്ട് അവൾ പോവും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമുക്കൊരു ലൈഫിലൊരു ലൈഫ് പാർട്ട്ണർ ആവശ്യമാണ്, അത് സത്യമാണ്, അതല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന തൊഴിൽ, നമ്മുടെ രീതി, ഇതൊന്നും മാറ്റി അവർക്ക് അതാണ് ലോകം എന്ന് വിചാരിച്ച് നടക്കരുത് എന്നുള്ള ഒരു അപേക്ഷയുണ്ട്, പ്രത്യേകിച്ച് ആൺകുട്ടികളോട്. അത് ഇപ്പോഴത്തെ യുവാക്കളോട്. പണ്ടത്തെ ആൾക്കാർക്ക് അത് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇപ്പം പണ്ടത്തൊക്കെ പെൺകുട്ടികളായിരുന്നു. ഇപ്പോൾ പെൺകുട്ടികൾ ട്രാഫിൽ പോയി പെടരുത്, ദയവ് ചെയ്ത് ഫിനാൻഷ്യലി. കാരണം നിങ്ങളോട് അവർ പറയും ഒരു ബുള്ളറ്റ് എടുക്കുമെന്ന്,
നീ കയ്യിലുള്ള 10-25,000 റുപ്യൊക്കെ ഫസ്റ്റ് കെട്ടി പിന്നെ ഒരു 3 വർഷം ലോണൊക്കെ ഇട്ടിട്ട് ബുള്ളറ്റ് എടുക്കും. പിന്നീട് നിനക്ക് ജീവിതത്തിൽ നൂരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ നൂറുന്ന ഒരാളുണ്ടാകും. ബുള്ളറ്റിൻ്റെ അപ്പുറത്തുള്ള വേറെ വണ്ടികളുണ്ട്, അവരെ ഓടിച്ചു കിടക്കണ കണ്ട ഓട്ടോമാറ്റിക് നീ പോകും. നീ അയച്ച മെസ്സേജിന് റീപ്ലൈ തരില്ല, നീ അയച്ച മെസ്സേജിന് ഡബിൾ ടിക്ക് വീണിട്ട് അവർ റീപ്ലൈ തരില്ല, നിൻ്റെ സ്റ്റാറ്റസ് നോക്കില്ല. അതുകൊണ്ട് നിനക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വരും. ദയവ് ചെയ്തിട്ട് ആൺകുട്ടികളോട് പറയാം, നമ്മുടെ തൊഴിൽ, നമ്മുടെ ഐഡൻറ്റിറ്റി പണയം വെച്ചിട്ട് ഒരു പെൺകുട്ടീൻ്റെ മുന്നിൽ പോയി വീഡിയോ എടുക്കും. ഇതൊരു അപേക്ഷയാണ്. എൻ്റെ അനുഭവം തന്നെയാണെന്ന് കൂട്ടിക്കോ, അല്ലാതെ ഞാൻ തുറന്ന് പറയാമല്ലോ, നമ്മുടെ അനുഭവം തന്നെയാണെന്ന് കൂട്ടിക്കോ. എന്താണെങ്കിലും നമുക്ക് എന്ത് പ്രണയമാണെങ്കിലും എന്താണെങ്കിലും ജീവനാണെങ്കിലും കട്ടാണെങ്കിലും നമുക്ക് ലൈഫിൽ പാർട്ട്ണർ വരുമ്പോൾ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമ്മളെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ, നമ്മൾ തിരിച്ചും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ജോലി, നമ്മുടെ വർക്ക്, നമ്മുടെ കുടുംബത്തെ സാഹചര്യം ഇത് മറന്നുകൊണ്ട് നിങ്ങൾ പ്രണയിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇനിയിപ്പോൾ പ്രണയിച്ചാലും ഇതുപോലത്തെ ഫിനാൻഷ്യൽ ട്രാപ്പിൽ പോയി പെടരുത്. പെൺകുട്ടി എൻ്റെ ലവർ പറഞ്ഞു, എൻ്റെ ലവർക്ക് ഇതാ ഇഷ്ടം, എൻ്റെ ലവർക്ക് ഐഫോൺ ഉപയോഗിക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞ് നിങ്ങൾ കടമെടുത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ളൊരു അപേക്ഷയുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കുറേ ദിവസമായി ഒന്ന് പറയണമെന്ന് വിചാരിക്കുന്നത്, അപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ബൈ.